അപ്പം ഇന്ന് പ്രധാനപ്പെട്ടൊരു ദിവസമാണ് കേട്ടോ, ഒരുപാട് സന്തോഷമുള്ള ഒരു ദിവസമാണ്. അപ്പോൾ എന്താ വെച്ചാൽ ഇന്ന് വിനോദിൻ്റെ പിറന്നാളാണ്. അപ്പോൾ പിറന്നാളുകാരൻ ഇവിടെ ഇല്ല. അപ്പോൾ ആൾ വരുമ്പോഴേക്കും നമുക്കൊരു സ്പെഷ്യൽ പായസം ഉണ്ടാക്കണ്ടേ. അപ്പോൾ നമ്മൾ പായസം ഉണ്ടാക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ചെറിയൊരു സർപ്രൈസ് ആൾക്ക് കൊടുക്കാണ്ട്. അതൊക്കെയാണ് നമ്മളെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മളെ ചീരുള്ളി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആ സ്പെഷ്യൽ പായസം എന്താ ഞാൻ ഉണ്ടാക്കാൻ പോകണമെന്ന് നിങ്ങൾക്ക് അറിയോ? ദാ നമ്മളന്ന് അൻവർക്കൻ്റെ കടയിൽ നിന്ന് വാങ്ങിയ ആ ചക്കക്കുരു പായസം മിക്സാണ് കേട്ടോ അത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ പായസം ഉണ്ടാക്കാൻ പോണേ. അപ്പോൾ നിങ്ങൾക്കും ഈ പായസം ഉണ്ടാക്കി കുടിക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളെ വീഡിയോയിൽ ഇതാ അൻവർക്കൻ്റെ നമ്പർ ഉണ്ട്. ആ നമ്പർക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ അൻവർക്ക് നിങ്ങളെ വീട്ടിൽ തന്നെ ഇത് എത്തിച്ചേരും. അപ്പോൾ നമുക്ക് സമയം കളയാതെ വേഗം നമുക്ക് ഈ പായസം ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ പായസം എപ്പോഴും ഉണ്ടാക്കാന്നുള്ളത് ഓട്ടുരുളിയിലാണല്ലേ. അപ്പം എൻ്റെ കയ്യിലുള്ള ഓട്ടുരുളി അല്ല കേട്ടോ, നമ്മളെ വീട്ടിലുണ്ട് ഓട്ടുരുളി. അതൊരു വലിയ ഓട്ടുരുളിയാണ്. നിങ്ങൾ ഇന്നാൾ കണ്ടിട്ടുണ്ടാവും, നമ്മൾ ആ ചക്ക പൊരിച്ചില്ലേന്നില്ലേ അത്. അപ്പോൾ നമ്മളെ കയ്യിലുള്ള ഈ ഒരു പായസം മിക്സ് 300 ഗ്രാമാണ്. അപ്പോൾ അത് അതിലിട്ടാലും ഇത്തിരി ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനായിട്ട് ഇതാ നമ്മളെ ഈ ഒരു പാത്രം വേഗം തന്നെ നമ്മൾ അടുപ്പത്ത് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ചെറിയ ഉരുളിയാണ് ഞാൻ എടുത്തത്. ഇതോടല്ല കേട്ടോ. അപ്പോൾ 1 ലിറ്റർ പാലാണ് കേട്ടോ ഈ 300 ഗ്രാം പായസം മിക്സിക്ക് വേണ്ടത്. അപ്പോൾ നമുക്കത് വേഗം തന്നെ തിളപ്പിക്കാം. അപ്പോൾ ആദ്യം തന്നെ ഈ പാലിന് നല്ല രീതിക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ ഇപ്പോൾ ചെയ്യണേ. അപ്പോൾ ഇതാക്കണു, പാല് നല്ല രീതിയിൽ ഇതാ തിളക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ പായസം മിക്സ് ഇടാനുള്ള സമയമായിട്ടുണ്ട്. നമുക്ക് വേഗം തന്നെ അത് പൊട്ടിച്ച് ഇതിലിട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ പായസത്തിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കുകയാണേ. അപ്പം മുഴുവനായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. വേഗം തന്നെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇത് ഞാൻ ഒരു 15 മിനിറ്റ് നേരം ഇത് ചെറിയ തീയിലിങ്ങനെ വേവിച്ചെടുക്കണം. അപ്പോൾ ഈ പായസം മിക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ അണ്ടിയും മുന്തിരിയും പിന്നെ സേമിയത്തിൻ്റെ ചെറിയ ചെറിയ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. ചെറിയ സേമിയത്തിൻ്റെ ആ ഒരു കൊലുകൊല് ഇതിൽ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഇളക്കി കൊടുക്കുക. പിന്നെ പ്രത്യേകിച്ചെടുത്ത് പറയാനുള്ളത് എന്താ വെച്ചാൽ നല്ല ഗംഭീരമായിട്ടുള്ള മണമാണ് കേട്ടോ വരുന്നത്. നമ്മളൊരു സേമിയ പായസമൊക്കെ ഉണ്ടാക്കുമല്ലോ വീട്ടിൽ, ആ ഒരു മണം തന്നെയാണ്. ആ ചക്കക്കുരുവിൻ്റെ ഒരു വാസന ഇന്ന് എന്തായാലും ഇതിൽ വരുന്നില്ല ഇപ്പോൾ കേട്ടോ. ഇനി ടേസ്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും മധുരമൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യണം ഈ ഒരു സമയത്ത്. അപ്പോൾ അത് നോക്കട്ടെ ഞാൻ. നല്ല മധുരം കിട്ടോ, മധുരമൊക്കെ പാകമാണേ. സാധാ പായസം മിക്സിൻ്റെ ആ ഒരു കൂട്ടിലെല്ലാ മധുരവും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഉണ്ടാവുമല്ലോ, ആ രീതി തന്നെയാണ് നമ്മളെ ഈ ഒരു ചക്കക്കുരു പായസത്തിൻ്റെ മിക്സിലുള്ള കേട്ടോ. നമ്മളെ പായസം ആ ചെറിയ രീതിക്ക് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കണ്ടേ. അങ്ങനെ 15 മിനിറ്റായി ഈ പായസം മിക്സിൻ്റെ ആ കവറിൽ എഴുതിയ പോലെ തന്നെ. അപ്പം നമുക്ക് വേഗം തന്നെ വാങ്ങാം. അപ്പോൾ ആ പായസം മിക്സിൻ്റെ കവറിൽ ഇത്രേ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. 15 മിനിറ്റ് വരെ നമ്മൾ വേവിച്ചെടുത്തു. അപ്പോൾ നമ്മളതായിട്ടൊരു ചെറിയൊരു കുഞ്ഞു കാര്യം ചെയ്താലോ. അപ്പോൾ അതെന്താ നമുക്ക് വേഗം തന്നെ നോക്കാം. അതിനായിട്ട് ഞാൻ അതാ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കണ്ടേ. ചട്ടി ചൂടാക്കി നമ്മളിതാ 2 സ്പൂണ് നല്ല നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണേ. ആ നെയ്യ് ഒഴിച്ചു കൊടുക്കുമ്പോഴുള്ള ആ ഒരു മണം അതൊരു ഒന്നൊന്നര മണം തന്നെയാണ് കേട്ടോ. എന്താല്ലേ. അപ്പോൾ ഈ നെയ്യ്ക്ക് നമ്മൾ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുകയാണേ. അണ്ടിപ്പരിപ്പ് ഓൾറെഡി അതിലുണ്ട്, എന്നാലും നമ്മളൊരു ഇഷ്ടത്തിന് കുറച്ചും കൂടി ഇട്ട് കൊടുക്കാന്നുള്ളൂ. അണ്ടിപ്പരിപ്പ് നല്ല രീതിയിൽ മൂത്ത് വന്നിട്ട് ഇത് നമുക്കൊരു സൈഡിലേക്ക് ഇങ്ങനെ നീക്കാൻ പറ്റുമെങ്കിൽ നിൽക്കുക, അല്ലെങ്കിൽ മേക്ക് വേഗം തന്നെ ഇതാ മുന്തിരി ഇട്ട് കൊടുക്കുക. അപ്പോൾ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതാ നല്ല രീതിയിൽ ഇങ്ങനെ ഇതാ വഴണ്ട് വരുന്നുണ്ട്. മുന്തിരിയൊക്കെ ഇതാ നല്ലതായിട്ട് വീർത്തിട്ടുണ്ട്. നമുക്ക് വേഗം തന്നെ ഗ്യാസ് ഓഫാക്കിയിട്ട് നമ്മളെ പായസം മിക്സിക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇപ്പോഴല്ല ആ പായസത്തിൻ്റെ അതിൻ്റേതായിട്ടുള്ള ഭംഗി വന്ന് ആ പായസത്തിന്. അപ്പോൾ അതാ ഈ റെഡ് ആയ പായസം നമുക്ക് കഴിക്കാനായിട്ട് ഒരു പാത്രത്തേക്ക് ഒഴിവാക്കാം കേട്ടോ. ഇപ്പം നമ്മൾ അടിപൊളി പായസം ഇതാ റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റ് നോക്കാനായിട്ട് നമ്മളെ പിറന്നാളുകാരനും എത്തിയിട്ടുണ്ട്. ഹാപ്പി ബർത്ത്ഡേ. ഞാൻ രാവിലെ പറഞ്ഞാണ്, നല്ലതും കൂടി പറയാം. അപ്പോൾ ഒരു വെറൈറ്റി പായസം നമ്മളന്ന് അൻവർക്കേൻ്റെ ഞങ്ങളന്ന് പോയിന്നല്ലോ, അവിടെ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നേ ആ സംഭവം വെച്ചിട്ട്. എപ്പോഴും ഞാൻ സേമിയ പായസം, അടപ്പായസം, അരിപ്പായസം അങ്ങനെയൊക്കെയാണ് പിറന്നാളിന് ഉണ്ടാക്കല് അല്ലേ. അതെ, ആ കുടിച്ചു നോക്കാം. അടുത്തോളി ഒന്ന്. എന്താണ് ആ അവസ്ഥ, ഞാനും ടേസ്റ്റ് ഒന്നും ചെയ്തു അല്ലാതെ നോക്കിയിട്ടില്ല. ഇങ്ങനെ എന്താ ടേസ്റ്റ് ഞാനും കൂടി നോക്കട്ടോ.
ഞാനും കൂടി നോക്കട്ടെ. നിങ്ങൾക്ക് എന്താ ടേസ്റ്റ് തോന്നണേ? ചോക്ലേറ്റിൻ്റെ ഒരു ഇതൊക്കെ നല്ലൊരു സേമിയൊക്കെ ഉണ്ട് കേട്ടോ അതിൽ ഇടോക്കി അല്ലേ? സേമിയൊക്കെ ഉണ്ട്, നല്ല രസമുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റാ. പക്ഷെ ആ ചക്കക്കുരുവിൻ്റെ ടേസ്റ്റ് ഒന്നും കിട്ടുന്നില്ലേ? ചക്കക്കുരു ചക്കക്കുരു പായസാണത്. ചക്കക്കുരു എന്ന് അറിയില്ലടത് ഇതേ ആ ഡ്രസ്സിലൊക്കെ ആയി. ഇത് ചക്കക്കുരു തോന്നില്ല, ഞാൻ ചോക്ലേറ്റിന് എന്തോ ഒരു ടേസ്റ്റ്. അത് ചക്കക്കുരു മിക്സാണ്. രസമുണ്ട് കേട്ടോ, സംഭവം അടിപൊളിയാണ്. ഇടയ്ക്കിങ്ങനെ അണ്ടിപ്പരിപ്പും മുന്തിരിയും ആ സേമിയൊക്കെ ഇങ്ങനെ കടിക്കുമ്പോൾ രസമുണ്ട്. അടിപൊളിയായിട്ട് കേട്ടോ. അൻവർക്കായി വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ ഈ പായസം എന്തായാലും ഗംഭീരമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയൊരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേക്കോ ഇതാണ് ഞാൻ പറഞ്ഞ സർപ്രൈസ് കേട്ടോ. അമ്മ വരി. അപ്പം നമുക്ക് എല്ലാവർക്കും കൂടി ഈ കേക്ക് മുറിക്കാം. നമുക്ക് എല്ലാവർക്കും കൂടി അല്ല ഇതിനായിട്ട് മുറിച്ചോളും അല്ലേ? Happy birthday to you. Happy birthday to you. Happy birthday dear. നിങ്ങളെ ബർത്ത്ഡേ ആണ്, നിങ്ങളാണ് കൊടുക്കണ്ടേ? അമ്മയ്ക്ക് കൊടുക്കി, അമ്മയ്ക്ക് കൊടുക്കി. അപ്പം നമ്മളെ ചക്കക്കുരു പായസം ഈ ഹാപ്പി ബർത്ത്ഡേൻ്റെ ഈ കേക്ക് മുറിക്കലും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ചക്കക്കുരു പായസം എല്ലാവരും വാങ്ങിയിട്ട് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഞാൻ ഒന്നും കൂടി പറയുകയാണെങ്കിൽ നല്ല രസമുണ്ട് അല്ലേ? അപ്പോൾ ഇവർക്ക് ആർക്കും കൊടുത്തിട്ടില്ല, അവർക്കൊക്കെ ഞാൻ കൊടുക്കാൻ പോവാണ് ചക്കക്കുരു പായസം. അപ്പോൾ എനിക്ക് എന്താ പറയാനുള്ളത് വെച്ചാൽ നമ്മളെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ചീരുള്ളി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് തൊട്ടെടുക്കണം, എന്നാലാണ് നമ്മളിരുന്ന ഇതേപോലെ നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അങ്ങനെ ലഭിക്കുള്ളൂ. അതുപോലെ ഫേസ്ബുക്കിലാണ് നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മളെ പേജ് ഒന്ന് ഫോളോ ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഒക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ പുതിയ നല്ല വെറൈറ്റി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എല്ലാവർക്കും ടാറ്റാ. പായസം വേണ്ടേ അമ്മ? അമ്മ എങ്ങനെയുണ്ട്? രസമുണ്ട് അല്ലേ? ചക്കക്കുരു ആവുന്നുണ്ടോ? ആ അച്ഛെന്താ പറഞ്ഞ റിജിനോ ചോക്ലേറ്റ് കൊണ്ട് ഉണ്ടാക്കിയതാണോ? ചോക്ലേറ്റിന്റെ ഫ്ലേവർ വരുന്നുണ്ട്. ഇത് ചക്കക്കുരുവിന്റെ ആരും ഇതൊന്നും തോന്നണില്ല അല്ലേ? ആ ഇതില് സേമിയ ഉണ്ട്.